നിങ്ങളെ ഫോൺ ഇങ്ങനെ പിടിച്ച് BGMA കളിക്കുന്നത് കണ്ടു കാണും. പക്ഷെ ഫോൺ നേരെ പിടിച്ച് പകുതിക്ക് മടക്കി ഇത്തരത്തിൽ BGMA കളിച്ചിട്ടുണ്ടോ? ഈ വെറൈറ്റി ഫോണാണ് മോട്ടോറോളയുടെ Razr 4T Ultra. ഇതിന്റെ ഒരുപാട് അൺബോക്സിംഗ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. ഇത്തരത്തിലുള്ള ബ്ലാക്ക് ബോക്സിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് സ്മാർട്ട് ഫോൺ ഇതാ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് TPU കേസ് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വലിയൊരു കാര്യം, 33 വാട്ടിന്റെ ചാർജിംഗ് ബ്രിക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടൈപ്പ് A ടു ടൈപ്പ് C കേബിൾ ആണ് കൂടെ വരുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ ഈ ഫോണിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് മാത്രം. ഹേ ഗൈസ്, വെൽക്കം ഗൈസ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു ഫ്ലിപ്പിംഗ് ഫോൺ ഇത്തരത്തിൽ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷൻ ആയി പോകും കേട്ടോ. സോ ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡിനെ പറ്റി സംസാരിക്കാം. ഈ ഫോൺ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്താൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾ പറയും ഇതൊരു പ്രീമിയം ഫോണാണ് എന്ന്. കാരണം ചുറ്റും ആ ഒരു മെറ്റാലിക് ഫ്രെയിമിൽ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഈ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നതുകൊണ്ട് കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ട്, എന്നാൽ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീലും കിട്ടുന്നുണ്ട്. ആൻഡ് മറ്റ് ഫ്ലിപ്പ് ഫോണുകൾ വെച്ച് ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹിഞ്ച് നമ്മൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ടോട്ടലി ഗ്യാപ്ലെസ് ആണ്. ഒരു ഗ്യാപ്ലെസ് ഹിഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, താഴേക്ക് പോകുമ്പോഴാണ് ഗ്യാപ്ലെസ് ആവുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ടോട്ടലി ഗ്യാപ്ലെസ് ആണ്. അവരെന്തോ പുതിയ ഹിഞ്ച് മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്ക് സൈഡിൽ മാറ്റ് ഫിനിഷ് ഗ്ലാസ് ആണ്. അവിടെ മോട്ടോറോള ലോഗോയും Razr എന്ന് എഴുതിയിട്ടുണ്ട്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മോട്ടോറോള പറയുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, വേൾഡിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ്. പക്ഷെ മോട്ടോറോള പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പബിൾ ഫോൺ എന്നാണ്. ആൻഡ് ആ പറയുന്നതിലും കാര്യമുണ്ട്. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഫോൺ ഇങ്ങനെ ഫ്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ളൊരു ഫോണാണ്, എന്നാൽ അധികം വിട്ടില്ല. സാധാരണ ഈ ഒരു പൊക്കമുള്ള സ്മാർട്ട് ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വിട്ട് ലേശം കുറവാണ്, എന്നാൽ തീരെ കുറവല്ല. മുകളിലായിട്ട് ആന്റണ ബാൻഡ്സ് ഉണ്ട്, ഒരു മൈക്രോഫോൺ ഉണ്ട്, ഇപ്പുറത്ത് വീണ്ടും ഒരു മൈക്രോഫോൺ ഉണ്ട്, വോളിയം റോക്കേഴ്സ് ഉണ്ട്, നമ്മുടെ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. പക്ഷേ നമുക്ക് നോർമലി കിട്ടുന്ന പോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയൊരു കേവ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത് ഫിംഗർ പ്രിന്റ് സെൻസർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ആൻഡ് താഴെ നിങ്ങൾക്ക് ഇനിയും ആന്റണ ബാൻഡ്സ് കാണാം. ഇവിടെ സ്പീക്കറുകളുണ്ട്, USB ടൈപ്പ് C പോർട്ട്, മൈക്രോഫോണിന്റെ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് സിം ട്രേ വരുന്നത്. ഇതിനകത്ത് ഒരു ഫിസിക്കൽ സിം ആണ് ഇടാൻ പറ്റുന്നത്. ഒരു ഫിസിക്കൽ സിമ്മും ഒരു eSIM-ഉം ആണ്. സോ ഡ്യുവൽ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ സിം eSIM ആയിട്ട് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഫിസിക്കൽ സിം ഒരെണ്ണമാണ് ഇടാൻ പറ്റുന്നത്. ഏറ്റവും ആദ്യം നമ്മൾക്ക് ഉള്ളിൽ കാണുന്ന ഈ ഒരു ഇന്റേണൽ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള 165 Hz വരെ പോകാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ LTPO AMOLED 10-bit ഡിസ്പ്ലേ ആണ്. അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഡിസ്പ്ലേ. ഇതൊരു HDR10+ ഡിസ്പ്ലേ ആണ്. ആൻഡ് 1400 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഒരു ഫ്ലിപ്പ് ഫോൺ മേടിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും വില കൊടുത്തൊക്കെ ഒരു ഫ്ലിപ്പ് ഫോൺ മേടിക്കുമ്പോൾ ഇതിന്റെ സ്ക്രീനാണല്ലോ മടങ്ങുന്നത്, സ്ക്രീനിൽ ക്രീസ് കാണുമോ എന്നുള്ളത്, അഥവാ ഈ മടക്കുന്ന സ്ഥലത്തുള്ള ഒരു ചുളിവ് ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ കമ്പനിയുടെ ഒക്കെ ഫ്ലിപ്പ് ഫോൺസ് കുറേ അധികം ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഇതിൽ പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രീസ് ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സമയത്ത് അറിയുകയില്ല. ഡിസ്പ്ലേ ഓൺ ആയി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ക്രീസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലേ നിങ്ങൾക്ക് വരില്ല. എഗെയിൻ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്തല്ലേ ആ ഒരു ക്രീസിൻ്റെ അവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിലും അത് നമ്മളിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇവർ ഒറ്റ ബെൻഡായിട്ടല്ല വെച്ചേക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രീസ് കാണണം എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ബെൻഡ് ചെറുതായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അങ്ങനെ സൂക്ഷിച്ച് നിങ്ങൾ നോക്കിയാലേ കാണുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രീസ് നിങ്ങൾക്ക് വിർച്വലി ഇൻവിസിബിൾ ആണ്. പക്ഷേ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റർ കാണാം. ഞാൻ ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആ സെയിം കാൽക്കുലേറ്റർ പുറത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, ഇതൊരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആണ്. ആൻഡ് മോട്ടോറോള പറയുന്നത് ഫ്ലിപ്പബിൾ ഫോൺസിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആണ്. എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല റിഫ്രഷ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് എന്നാണ്. 3.6 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ. ഈ കുഞ്ഞൻ ഔട്ടർ ഡിസ്പ്ലേക്ക് പോലും അവർ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഉള്ളിൽ 165ൻ്റെ ആ ഒരു സ്ക്രീൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ അയ്യേ ഇത് അത്ര വലിയ സ്ക്രീനൊന്നും അല്ല എന്ന് തോന്നിക്കാതിരിക്കാനായിട്ട്, ആ ഒരു ഫീല് വരാതിരിക്കാൻ 144 ഹെർട്സിൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ രസകരമായ കാര്യം
ഇതും ഒരു HDR10+ ഡിസ്പ്ലേ ആണ്. 10-bit കളേഴ്സ് ഉണ്ട്. 1100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്. ഇത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ 1100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും തരുന്നുണ്ട്. ആൻഡ് കമ്പനി പറയുന്നത് ഇതിന് എക്സ്റ്റേണൽ ഡിസ്പ്ലേ എന്നാണ്. പക്ഷേ നിങ്ങൾ ഉള്ളിൽ കാണുന്ന ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ക്രോം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ക്രോം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ആ സെയിം ക്രോം ഇതേ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസും തന്നെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്തരത്തിലൊരു ഹോം സ്ക്രീൻ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ഐക്കൺസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കാണാം. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെയും വരും. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട്സ് അല്ലെങ്കിൽ ക്വിക്ക് ഡയൽസ് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ ഈവൻറ്റ്സ്, കാലണ്ടർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലൗഡി ആണോ, വെതറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഗെയിംസ് ഉണ്ട്. ചെറിയ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള ഫ്ലാഷ് ഗെയിംസ് പോലത്തെ ഗെയിംസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു മാർബിൾ മൈഹാം എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഈ പെൻസിൽ ബോക്സിലൊക്കെ ഒരു ചെറിയ മുത്ത് നമ്മളിങ്ങനെ ഉരുട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലേ, അതേപോലെ ഈ ഗെയിമിൽ നമ്മൾ ഇത് ഉരുട്ടി ഈ ക്യാമറ കണ്ടില്ലേ, ഈ ക്യാമറയുടെ അവിടെയും ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ആൻഡ് ക്യാമറേനെയാണ് അവർ ആ ഒരു എന്താ പറയുക വിന്നിങ് ഹോളായിട്ട് വെച്ചിരിക്കുന്നത്. സോ ക്യാമറയുടെ ഹോളിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ കണ്ടില്ല ഇത്തരത്തിൽ ലെവൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. വളരെ രസമാണ് കേട്ടോ. പക്ഷെ ചെറിയ ഗെയിമുകൾ മാത്രമല്ല, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ ഒരു BGMI വരെ ഇതിനകത്ത് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ എക്സ്റ്റേണൽ ഡിസ്പ്ലേനകത്ത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കാണാം, ഗൂഗിൾ മാപ്പിൽ നാവിഗേറ്റ് ചെയ്യാം, മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും, മെയിൽസ് വായിക്കാനായിട്ട് പറ്റും. ഒരു ടോട്ടൽ ഫുള്ളി ഫംഗ്ഷണൽ കീബോർഡ് വരെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് 2 വ്യൂ ഉണ്ട് കേട്ടോ. സപ്പോസ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളിങ്ങനെ ഈ ഒരു ക്രോം എടുക്കുവാണെങ്കിൽ ഈ ക്യാമറ കട്ടൗട്ടിന് മുകളിലായിട്ടുള്ള ഭാഗത്ത് മാത്രം കാണിക്കുന്നതിന് ഒരു നോർമൽ വ്യൂ എന്ന് പറയും. ഈ ഒരു സ്ക്വയർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ കൊടുത്താൽ ക്യാമറ കട്ടൗട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോർമൽ വ്യൂ വേണോ ഫുൾ വ്യൂ വേണോ എന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പവർ ബട്ടൺ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ എനിക്ക് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ക്യാമറ സെക്ഷനിൽ പറയാം. ആൻഡ് ഈ കാണുന്ന ലൈവ് വാൾപേപ്പറിന് അവർ മൂവ് എന്നാണ് പേരിട്ടേക്കുന്നത്. സോ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ പിന്നെ ഇഷ്ടം പോലെ ലൈവ് വാൾപേപ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ എക്സ്റ്റൻഡഡ് ഡിസ്പ്ലേക്കില്ലേ അവർ പ്രത്യേകമായിട്ട് ഒരു സെപ്പറേറ്റ് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേ ടോട്ടലി കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ കാണുന്ന ക്ലോക്ക് ഫേസ് ഏത് വേണം, വാൾപേപ്പർ ഏത് വേണം, ഏതൊക്കെ പാനൽസ് ഡിസ്പ്ലേ ചെയ്യണം, ആൻഡ് ആപ്പ് സെറ്റിംഗ്സ് ഉണ്ട്. ഇതിനകത്താണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ സ്ക്രീനിൽ, മടക്കി കഴിയുമ്പോൾ അത് ചെറിയ സ്ക്രീനിലേക്ക് കണ്ടിന്യൂ ആവണോ ആ ഒരു സെറ്റിംഗ് ഓൺ ചെയ്യാം എന്നിങ്ങനെ ഈ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേനെ ടോട്ടലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ് എല്ലാം ഒരൊറ്റ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലിപ്പ് ഫോണിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈ പർട്ടിക്കുലർ ആംഗിളില്ലേ, ഈ പർട്ടിക്കുലർ ആംഗിളിന് ശേഷം നിങ്ങൾക്കിത് ഇത്തരത്തിൽ പല രീതിയിൽ പല ആംഗിൾസിൽ ഏകദേശം ഇത്രത്തോളം ആംഗിൾ വെക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം പോവുകയാണെങ്കിൽ ഈ സാധനം ഇരിക്കും. സോ ഒരു കുറേ അധികം ഡിഗ്രീസ് ഓഫ് ആംഗിൾസിൽ ഈ ഒരു ഫോൺ വെക്കാനായിട്ട് പറ്റും. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. സോ കമ്മിങ് ടു ക്യാമറാസ്, 2 ക്യാമറയാണുള്ളത്. ഒരെണ്ണം 12 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു വൈഡ് ക്യാമറ, പിന്നെ ഒരെണ്ണം 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ പ്രൈമറി ക്യാമറ 12 ഉള്ളൂ, പക്ഷേ അൾട്രാ വൈഡ് 13 ഉണ്ടല്ലോ. സോ പ്രൈമറിനേലും ബെറ്റർ ആയിരിക്കും അൾട്രാ വൈഡ്? അങ്ങനെയൊന്നുമില്ല. ഈ അൾട്രാ വൈഡ് ക്യാമറ തന്നെ മാക്രോ ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് വളരെ സാറ്റിസ്ഫൈയിങ് ആണ്. അതായത് ഈ ഒരു മോട്ടോറോള ആക്ച്വലി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇതിനകത്തുള്ള HDR മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്തായിക്കോട്ടെ, വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ, മാക്രോ എടുക്കുമ്പോഴൊക്കെ വലിയ കളർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് 4K 60 frames per second വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ബാക്ക് ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള 60 frames per second ഉള്ള 4K ഫൂട്ടേജുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈവൻ ഫ്രണ്ടിൽ കാണുന്ന സെൽഫി ക്യാമറയിൽ പോലും നിങ്ങൾക്ക് 4K 60 FPS ഫൂട്ടേജസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഉള്ളതിൻ്റെ വേറെ രസകരമായ കാര്യം, ഞാൻ ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് അവരെ തന്നെ കാണാനായിട്ട് പറ്റും, എനിക്കും അവരെ കാണാനായിട്ട് പറ്റും. സോ ഹെയർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് ഫോട്ടോയിൽ എന്നെ കാണാൻ എന്നുള്ള കാര്യങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്ന് മാത്രമല്ല, നേരത്തെ കാണിച്ച ഒരു ഫ്ലെക്സ് മോഡിൽ നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ ഇത്തരത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രൈമറി ക്യാമറ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് പറ്റും. സോ എസ്പെഷ്യലി നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ട്രൈപോഡ് കൊണ്ടുവരാൻ മറന്നുവെങ്കിൽ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ വെച്ച് ട്രൈപോഡ് പോലെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിങ്ങനെ ഫ്ലെക്സ് മോഡിലേക്ക് പോകുമ്പോൾ ക്യാമറ UI തനിയെ അഡാപ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്കിത് ഈ ഒരു ആംഗിളിൽ വെച്ച് നിങ്ങൾക്ക് ടെൻറ്റ് മോഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തും നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ
സ്മാർട്ട് ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പ്ലസ് ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചറും ഉണ്ട്. സോ ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ ചരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും വീഡിയോസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നിങ്ങൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ക്യാമറ റെക്കോർഡർ പോലുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ. ഇതിനെ പവർ ചെയ്യുന്ന ചിപ്സെറ്റ് ഏതാണ്? സ്നാപ്ഡ്രാഗൺ 8+ Gen 1, അതായത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസറാണ്. 8+ Gen 1 ആണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഫോം ഫാക്ടർ ഭയങ്കര ചെറുതാണ്, ഭയങ്കര സ്ലിം ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന കൂളിങ്ങിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് ഹീറ്റ് ആവാതിരിക്കാൻ, വാം ആവാതിരിക്കാനായിട്ട് അവർ 8+ Gen 1 ചെറിയ രീതിയിൽ ഒന്ന് ക്ലോക്ക് കുറച്ചിട്ടുണ്ട്. എന്നാൽ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഒന്നും കണ്ടില്ല BGMI കളിച്ചപ്പോൾ. എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു ഗെയിമിംഗ് ഫോൺ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഗെയിംസ് കളിക്കാനായിട്ട് വേറെ ഫോൺസ് ഉണ്ട്, എന്നാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാനായിട്ടും പറ്റും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കണ്ട ആ മോഡിൽ ബാക്ക് ക്യാമറ വെച്ചല്ലാതെ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്കിത് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിലൂടെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കോൾസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നല്ല രീതിയിലുള്ള ഫോട്ടോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് വരുന്നത് Android 13 8GB റാമും 256GB സ്റ്റോറേജും പ്ലസ് ബ്ലോട്ട് വെയർസ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ബ്ലോട്ട് വെയർസ് ആഡ്സ് ഒന്നുമില്ല. പ്ലസ് മോട്ടറോള ആണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു ക്ലീൻ UIക്ക് പേര് കേട്ടത് തന്നെയാണ്. കുറച്ച് മോട്ടോയുടെ മോട്ടോ സെക്യൂർ പോലത്തെ മോട്ടോയുടെ ഈ ഒരു കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ ആപ്പ് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. നോർമലി നമ്മൾ കാണുന്ന ഫോൺസ് കുറച്ചുകൂടെ തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ബേസ് ആ ഒരു സൗണ്ടിൽ കേൾക്കുമെന്നുണ്ടെങ്കിലും ഇത് ചെറുതായതുകൊണ്ട് ബേസ് ഫാക്ടറിൽ മാത്രം ചെറിയൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഓവറോൾ ലൗഡ്നെസ്സും സൗണ്ടും വളരെ നല്ലതാണ്. ആൻഡ് മുകളിലും താഴത്തെയും ഓഡിയോ ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് ബാറ്ററി എത്രയുണ്ട്? 3800 mAh ബാറ്ററിയാണ്. ഇത് മതി ഒരു ദിവസം നിൽക്കാനായിട്ട് എന്ന് ചോദിച്ചാൽ ഒരു കാഷ്വൽ യൂസറാണ്, ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡേ ഫുള്ള് നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ പെട്ടിക്കകത്ത് 33 വാട്ടിൻ്റെ ചാർജർ തന്നിട്ടുണ്ട്. ഇത് 30 വാട്ടിൻ്റെ ടർബോ പവർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കുത്തിയിട്ട് നിങ്ങൾക്ക് ചെറിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് കയറും. ഇനി വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് കിട്ടുന്നത്. സോ ജസ്റ്റ് മോൾഡിങ്ങിനെ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് സെയിം ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ നേരത്തെ ഫിസിക്കൽ ഓറിയോ കാണിച്ചപ്പോൾ നിങ്ങൾ 3 മൈക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിനകത്ത് ട്രിപ്പിൾ മൈക്ക് അറേ വെച്ചിട്ടുണ്ട് കോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ IP റേറ്റിംഗ് ഉണ്ട്. IP52 വാട്ടർ റെപ്പലന്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സ്മാർട്ട് ഫോണിൻ്റെ അത് നിങ്ങൾക്ക് NFC ഫീച്ചർ ലഭിക്കുന്നുണ്ട്. കാർഡുകളൊക്കെ ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യണമെങ്കിൽ അതും സാധിക്കും. എൻ്റെ കയ്യിലുള്ള ഈ ഡിവൈസിൻ്റെ കളർ ഇൻഫിനിറ്റ് ബ്ലാക്ക് എന്നാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ ഇവന്റിലും കണ്ടത് വിവാ മജന്ത എന്ന് പറഞ്ഞ ഒരു വീഗൻ ലെതർ, ഒരു ആർട്ടിഫിഷ്യൽ വീഗൻ ലെതർ വരുന്ന ഒരു ബാക്കുള്ള ഡിവൈസ് ഉണ്ട്. ആ ഒരു ബ്രൈറ്റ് റെഡ് കാണാൻ നല്ല രസമാണ്. ആ ഒരു ഫോൺ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഫോണിന് പകരം ബ്ലാക്ക് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ക്ലാസി ആയിട്ടുള്ള കളറാണ്. ഓൾറെഡി ഫ്ലിപ്പ് ഫോൺസ് ഒക്കെ നിങ്ങളിങ്ങനെ പുറത്ത് പോയിട്ട് ഇത്തരത്തിൽ ഫ്ലിപ്പ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ആ ഒരു റെഡ് ആണെങ്കിൽ എന്തായാലും ആൾക്കാർ നിങ്ങളോട് വന്ന് ഇതേതാ ഫോൺ എന്ന് ചോദിക്കുകയും ചെയ്യും. ഈ ഫോൺ ആക്ച്വലി 2 വേരിയൻസിലാണ് വരുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് മോട്ടോ റേസർ 40 അൾട്രയാണ്. ഇതേപോലെ മോട്ടോ റേസർ 40 ഉണ്ട്. 40 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. എന്നാലും മോട്ടോ റേസർ 40 അൾട്രയുടെ പ്രൈസ് എന്ന് പറയുന്നത് 89,999 ആണ്. നിങ്ങളൊരു ICICI കസ്റ്റമർ ആണെങ്കിൽ 7,000 rupees ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഒക്കെ പോയിട്ട് 82,999 കിട്ടും. പിന്നെ EMI ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ മോട്ടോ റേസർ 40യുടെ കാര്യം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ കവർ ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ്. അത് 59,999 rupees ആണ് വരുന്നത്. സോ നിങ്ങൾക്കൊരു ഫ്ലിപ്പ് ഫോൺ യൂസ് ചെയ്തേ പറ്റൂ, എന്നാൽ അധികം കാശൊന്നും മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയായിരിക്കും ഈ മോട്ടോ റേസർ 40. അതും ICICI കസ്റ്റമേഴ്സിന് 5,000 rupeesന്റെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ ഏകദേശം 54,999 rupeesന്റെ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പ്ലസ് EMI ഓഫേഴ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി തോന്നുന്നത് എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഫോൾഡബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പബിൾ ഫോൺസ് ആയിരിക്കുമോ ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.